വാതിൽ തുറന്നാൽ നോക്കുമ്പോൾ ഈ മരങ്ങളൊന്നും കാണില്ല, അപ്പുറത്തുള്ള അടുത്തുള്ള വീടുകൾ കാണില്ല. അതായത് ജനലിലുള്ള ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തുറന്നിട്ട് നോക്കുമ്പോൾ ഇവിടെയുള്ള വീടുകളൊന്നും കാണില്ല. ഇവിടുന്ന് ബോഡി കിട്ടിയിരുന്നു. എത്ര? 13 ബോഡിയൊക്കെ കിട്ടി. അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കേണ്ട ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നേ. പക്ഷെ ആ രണ്ടാമത്തെ കുട്ടലിൽ എല്ലാം പോയി. ഇത്രയും ഭീകരമായ അവസ്ഥ നേരിട്ട് കാണുകയും അതിൻ്റെ തീവ്രത അനുഭവിക്കുകയും ചെയ്തതിൻ്റെ ഷോക്കിൽ ഇവരുടെ മനസ്സിലുണ്ടാക്കിയ ആദിയും സങ്കടവും ഇവരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പലരുടെയും വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. പ്രിയപ്പെട്ടവർ മരിച്ചു. ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. പലരും ഉള്ളിലെ വേദന പുറത്തു കാണിക്കാതെ പുഞ്ചിരിയോടെ ഞങ്ങളോട് പെരുമാറി. രക്ഷാപ്രവർത്തനത്തിന് വഴിയൊരുക്കാനായി യുദ്ധവേഗത്തിൽ പാലം നിർമ്മിച്ച രാജ്യത്തിൻ്റെ മിലിറ്ററി മുതൽ ദുരന്ത നിവാരണ സേന, ഫോറസ്റ്റുകാർ, ഫയർഫോഴ്സ്, നാട്ടുകാർ, ആംബുലൻസ്, ജീപ്പ്, JCB ഡ്രൈവർമാർ, വനിതാ വളണ്ടിയർമാർ, യുവജന സംഘടന പ്രവർത്തകർ, വ്യാപാരികൾ, കൂടാതെ സാമ്പത്തിക സഹായത്തിലൂടെ മലയാളത്തിൻ്റെ നന്മ നിറഞ്ഞ 1000 കൈകൾ എല്ലാം ഈ നാടിന് സഹായമായി അണിനിരന്നു. ആ കാര്യങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്നാൽ ഇനിയാണ് ഇവർക്ക് സഹായം കൂടുതലായി വേണ്ടത്. ഗവൺമെൻറ് തലത്തിലുള്ള പേപ്പർ വർക്കുകൾ ആ സഹായത്തിന് വേഗത കുറയ്ക്കരുത്. അതിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന ഒരു അവസ്ഥയിൽ ഇവരെ ആക്കരുത്. സംഘടനകളും വ്യക്തികളും സഹായങ്ങളുടെ വേഗം കൂട്ടി ഇവരുടെ നിരാശയും സങ്കടവും അകറ്റണം. ഡെയിലി വരുമാനമാർഗം പോലുമില്ലാത്ത ഇവരിൽ പലർക്കും ഒരു പുനരധിവാസം വേഗത്തിലാക്കുക. ഇത് സെയ്തലവിക്ക, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സെലീനയും കൂടാതെ നീതു എന്ന പെൺകുട്ടിയുമാണ് ആദ്യമായി ലോകത്തോട് ഈ ദുരന്തം അറിയിച്ചത്. പ്രവാസിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം പോയി. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാം. അതിനു മുമ്പായി ഒരു കാര്യം അറിയാനുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ഈ ദുരന്ത ഭൂമിയിൽ കളവുകൾ നടന്നു എന്നത് സത്യമാണോ? അല്ല, ഇവിടെ കളവ് പല സ്ഥലങ്ങളിലും നടന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കളവ് ഇവിടെ നടന്നിരുന്നു. ഈ റെസ്ക്യൂ ടീമിന്റെ കുപ്പായിട്ടിട്ടാണ് ആളുകൾ വരുന്നത്. അതായത് തെരയാൻ വരിക എന്ന് പറഞ്ഞിട്ട് വരിക. ഇവർ വന്നിട്ട് തെരച്ചിലല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് പിന്നെ കൂടുതലും ഒറ്റപ്പെട്ട വീടുകൾ എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ അതിൻ്റെ ജനലും വാതിലൊക്കെ പോയി തുറക്കുക, അതിൻ്റെ വാതിൽ വിളിച്ചിട്ട് അത്ത് കയറി വെക്കുക. കാരണം ഇവിടെയുള്ള ആളുകൾ ജീവനം കൊണ്ട് കഴിച്ചിലായി പോയ ആളുകളാണ്. അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന രീതിയിൽ കളവ് നല്ലോണം നടന്നിട്ടുണ്ട്. പല ആളും പല സാധനങ്ങളും പോയിട്ടുണ്ട്. അത് എവിടുന്ന് വന്ന ആളുകളാണ് എങ്ങനെയെന്നുള്ള അറിയില്ല. നമ്മൾ സുഹൃത്ത് ഒരാളെ പിടിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ കയ്യിൽ ഒരു കോടാലിയും വെച്ചേഷൻ കമ്പിയാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ ഓനെ പിടിച്ച് പോലീസുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഓനെ എടുത്ത് തന്നെ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ അന്നത്തെ ദിവസം ഇതൊക്കെ സംഭവിച്ചതിൻ്റെ അന്നും ഒരാഴ്ചയും 10 ദിവസമൊക്കെ ഇവിടുത്തെ ഭീകരത അങ്ങനെ ആയിരുന്നു. ആയിരുന്നോ എന്തെന്നോ ഏതെന്നുള്ള അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം മൊത്തത്തിൽ കാണുന്നവന് മരവിച്ചു പോവാണ്. ഇത് അവസ്ഥകൾ കണ്ടില്ലേ? നമ്മളെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആകെ ഒരു ഭീകരത തന്നെയായിരുന്നു. ഇന്നാണ് ഞാൻ ഇത്ര 10-40 ദിവസത്തിനിടയ്ക്ക് ഇന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം മുമ്പ് രാത്രി 8:30 വന്നിരുന്നു. അത് ചെറിയൊരു ആവശ്യം ഉണ്ടായപ്പോൾ ഞാൻ പോലീസുകാരെ ഇവിടെ നൈറ്റിൽ നിൽക്കുന്നുണ്ട്. അവിടെ വരേണ്ട ആവശ്യത്തിന് വന്നു. അതിന് ശേഷം ഞാൻ ഇന്നാണ് ഈ 40 ദിവസത്തിനു ശേഷം വരുന്നത്. പകൽ വെളിച്ചത്തിൽ കാണുന്ന ഇന്നാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ നടന്ന എത്ര ഭീകരത ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. ഒന്ന് ആലോചിച്ച് ഒരിക്കലും ഇങ്ങനെ തന്നെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്രയും വീടുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. ഈ ഒരു കല്ല് പ്രത്യേകിച്ച് ആ പാറയൊന്നും ഇവിടെ ഉള്ളതല്ല. എവിടുന്ന് വന്നു ആ പാറ എന്നുള്ള ഒരു പിടുത്തമില്ല. ഇത്രയും വലിയൊരു പാറ. ഇത് എൻ്റെ സംസ്ഥാന ജീപ്പാണ്. ഈ പാറ എവിടുന്നോ ഹൈറ്റിൽ വന്നു. അതെ, അത് പള്ളിന് മുമ്പിൽ വന്ന് കിടക്കുന്നത്. ആ പള്ളിന്റെ ടോപ്പിൽ കയറി കണ്ടില്ല ചെടിയൊക്കെ. ഇത് കണ്ട ഈ ഭാഗത്തുനിന്ന് ഇവിടെയൊക്കെ കുടുംബങ്ങൾ താമസിച്ച സ്ഥലങ്ങളാ. അങ്ങനെ ഈ ഇങ്ങനെ ഒഴുകി വന്ന് ഇത്രയും ഹൈറ്റിൽ ഈ വന്നതിന് ശേഷം ഇത്രയും ഇത്ര മുകളിലേക്കായിട്ടാണ് ഈ സംഭവം. ഈ പാറ കല്ലുകളെല്ലാം കാണുന്നത്. അതുപോലെ ഒരു വാഹനം നമുക്കിപ്പോൾ കാണാം. മേലെ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു വാഹനം ദേശത്തുള്ളവർക്കല്ലേ കൊടുക്കാം. അതെ അതെ. ഇതിലിപ്പോ അതില് എത്ര ഒരുപാട് വീടുകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് താഴെഭാഗത്ത് താമസിക്കാൻ പറ്റാത്ത ഒരുപാട് വീടുകളുണ്ട് അല്ലേ? പക്ഷെ ഈ ഏരിയയിൽ പൂർണ്ണമായിട്ടും പോയ ആൾക്കാർക്ക് ഈ ഗവൺമെന്റ് ഇപ്പോ ഈടെ എങ്ങനെയാ കണ്ടെത്ത ഇവരെ? അല്ല, അതിന് പരിപൂർണ്ണമായിട്ട് പോയതല്ല. മിക്ക വീടുകളിൽ 1-2 ബാക്കിയായവരുണ്ട്. അല്ലാതെ വീട് മാത്രം പോയിട്ട് മുൻകൂട്ടി മാറിയവരുണ്ട്. അങ്ങനെ ഒരുപാട് അതായത് ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ് സീറോ ആയ ആളുകളാണ്. മനുഷ്യൻ്റെ കയ്യിലുണ്ട്. ഒരു ആയുഷ്കാലം മുഴുവൻ നയിച്ചുണ്ടാക്കിയത് ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുത്തപ്പോഴേക്കും കംപ്ലീറ്റ് ഒന്നും അല്ലാതായി പോയത്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ജീപ്പൊക്കെ നമ്മൾ പരിചയമുള്ള സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അതാ കാണുന്നത്. അതിൻ്റെ കൂലിയുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണത്. അങ്ങനെ പല ആളതും എന്നിട്ട് ഓനാ തോന്നുന്നുണ്ട് പ്രൈവറ്റ് വണ്ടി അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ നേരെ ബേക്കിലാണ്. അതായത് സൈഡാണ് ഇത്. ശരിക്കും പിന്നെ ചൂരൽമല ടൗണാണ്. ഇതിന്റെ ഒരു ഭാഗമാണ്.
നിങ്ങൾ ആ വീട് എങ്ങനെ ഒരു വീടിനെ പറ്റപ്പോയി പിന്നെ സംഭവം പത്രത്തിൽ വായിച്ചിരുന്നു നിങ്ങൾ ആയാൽ നേരെ തന്നെ ഈ കിടന്നത് ഭാഗം എന്താണ് ഇങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. മെസ്സേജ് ഫസ്റ്റ് ആയിട്ട് അറിയിച്ച ഇവരെ ഭാര്യയാണ്, പേര് സലീമ. ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. മോള് വീട്ടില് ഒരു 10-20 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തി, 10-15 കുട്ടികൾ ഒരു ഷോക്കിലാ ഉള്ളത് അല്ലേ, വീട്ടിൽ തന്നെയാണ് ഉള്ളത് അല്ലേ. നമുക്കൊന്ന് വീട് ജസ്റ്റ് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പൊ മുണ്ടക്കൈ അല്ല ഇവിടെ മറ്റേ അതെ 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 അല്ല നമ്മള് എന്തായാലും ഞാൻ അവർക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട്. ഇതാ ഈ കാണുന്നതാണ്, ഒന്ന് ശരിക്കും കണ്ടോട്ടെ. നീതു എന്ന പെൺകുട്ടിയെ കൂടാതെ ലോകത്ത് ആദ്യമായി അറിയിച്ച ആ സലീമയുടെ വീടാണിത്. ഈ ഒഴുക്ക് കാണുന്നില്ലേ. ഞാനിതാ ഇവിടുന്നാണ് മേളിന്നാണ് എടുത്ത് ചാടിയത്. ഇതിന്റെ മുകളിൽ നിന്നല്ലേ. ഒരു വീടായിരുന്നു, നമ്മളെ അമ്മായിയുടെ വീടായിരുന്നു. അപ്പൊ അതിലാണ് ആ കുട്ടി, ബാക്കി 3 ആളും പോയി. കുട്ടി ഇവിടെ ഇങ്ങനെ ഇപ്പൊ ചുമരിടിഞ്ഞ് ഇവിടെ താഴെ വീണ് ഇവിടെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. കൈ മാത്രം ഇങ്ങനെ തൂങ്ങി പിടിച്ചിങ്ങനെ. അപ്പൊ നമ്മൾ ഒരു കൈ പുറത്ത് മാത്രം ഇങ്ങനെ തൂങ്ങിക്കുന്നത്, അത് ഫാനിൽ പിടിച്ച് തൂങ്ങിന്നത്. ആ വെള്ളമൊക്കെ പോയിരുന്ന സമയത്ത് ഫാനിൽ തൂങ്ങി ഇങ്ങനെ നിന്നതാണ്. മഴ പിന്നെ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴുക്കി പോയി കണ്ടപ്പോ കുട്ടി ഫാന് വിട്ടാണ്ട് അങ്ങനെ ഇല്ല ഉണ്ടായില്ല, എത്ര നിലമ്പൂത്തില്ല. പിന്നെ ബോഡി തെരഞ്ഞപ്പോ അങ്ങനെ അവർ പറ്റങ്ങട് മറിച്ചിട്ട്. പക്ഷെ വീടൊക്കെ പറ്റ പോയിരുന്നത്, പറ്റ പോയിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടി ഇവിടെ ആയിരുന്നു. ഞാൻ അവിടെ മുകളിൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വാതിൽ ബാക്കിൽ നമ്മളെ വീട് ഇങ്ങനെ ഭയങ്കര ഇളക്കായിരുന്നു. അപ്പൊ ഈ മരങ്ങളൊക്കെ കണ്ട, ഈ മരങ്ങളൊക്കെ വന്ന് ഇടിച്ചിട്ട് വീടിങ്ങനെ ഇറങ്ങാം. ഞങ്ങൾ രാത്രി 2 മണിക്ക് കിടന്നുറങ്ങിയാണല്ലോ. ഞാനും ഭാര്യയും മോളും തന്നെ ഉണ്ടായിരുന്നു. മോള് ഇവിടെ കിടന്നു, ഭാര്യ ഞാൻ ഈ റൂമിലായിരുന്നു. വീടിങ്ങനെ കുലുങ്ങിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭാര്യനോട് പറഞ്ഞു, എന്താ വീട് എന്തോ ഇങ്ങനെ കുലുങ്ങിട്ട് എന്തോ നോക്കുന്നു എനിക്ക് പറഞ്ഞത്. അങ്ങനെ ഭാര്യ എണീച്ചിട്ട് ലൈറ്റ് ഇട്ടപ്പോൾ ലൈറ്റ് ഒന്നുമില്ല. പിന്നെ ഒരു ജാതി ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈ വരുന്നത്. ഇങ്ങനെ ഇതിലൊക്കെ പുഴക്ക് ഇങ്ങനെ നമ്മളെ ഈ ഇതിനിങ്ങനെ വെള്ളം ആയിരുന്നു. ഞങ്ങൾ മേലിന്ന് നോക്കുമ്പോൾ അതില് അങ്ങനെ ഭാര്യ ബാക്കിലത്തെ വാതിൽ പറഞ്ഞാണ്ട് പുറത്ത് നോക്കുമ്പോൾ ബാക്കിലെ വീടുകളൊന്നും കാണില്ല. നമുക്ക് 20 സെന്റ് സ്ഥലം, അത് ബാക്കിലൊക്കെ നല്ല തെങ്ങും നിങ്ങളെ ഇവിടെ ബൗണ്ടറി ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. 20 സെന്റ് സ്ഥലത്ത് നമുക്ക് തെങ്ങും കവുങ്ങും എല്ലാം ഉണ്ടായിരുന്നു. വാതിൽ തുറന്നാൽ നോക്കുമ്പോൾ ഈ മരങ്ങളൊന്നും കാണില്ല, അപ്പുറത്തുള്ള അടുത്തുള്ള വീടുകൾ കാണില്ല. ജനലിലുള്ള ഇവിടെ വന്നാണ്ട് ഇവിടുന്ന് തുറന്നാണ്ട് നോക്കുമ്പോൾ ഇവിടെയുള്ള വീടുകളൊന്നും കാണില്ല. എത്ര മണി ഏകദേശം? രാത്രി 2 മണി 2 മണി സമയത്ത് സമയമല്ലേ. അതിലങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയാം. അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു, ഭാര്യനോട് പറഞ്ഞു, അമ്മായിന്റെ വീട് നോക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഇവിടെ വന്നാണ്ട് ഈ വീട് നോക്കുമ്പോൾ വീട് പറ്റ ഇതായിരുന്നു. ആരും കണ്ടു വിളിച്ചിട്ട് ഈ വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്ന നിങ്ങൾ മേലിന് കാണാൻ നല്ല വെള്ളം വന്നിരുന്നാണ്. പിന്നെന്താ അറിയില്ല, ഞാൻ ഈ പുറത്തും കണ്ട് ചാടിണ്ടല്ലോ. അപ്പൊ എനിക്ക് രാത്രി എന്താണെന്നും അറിയില്ല, ചാടി. ഈ കുട്ടി മാത്രം ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ചാടി. അപ്പൊ എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് വെള്ളമാണോ ചെളിയാണോന്നും അറിയില്ല. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്ത് ഭാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു കയർ എന്തെങ്കിലും കൊണ്ടാ ഞങ്ങൾ എടുത്ത്. അപ്പൊ നിങ്ങൾ ചാടുന്ന സമയത്ത് വെള്ളത്തിൽ അത്ര ഫോഴ്സ് ഉണ്ടായിരുന്നു, അത്ര ശക്തി ഇല്ലല്ല. അപ്പൊ വെള്ളം കുറച്ച് കുറഞ്ഞു പോയി. അതാണ്. അങ്ങനെ അതുമല്ല, ഈ വീട്ടിൽ ആളുണ്ടായിട്ടില്ലേ? ആളുണ്ടായില്ല. അതിലാ 4 പേരും പോയി. ആ ഒരു കുട്ടി മാത്രമാണ് ഈ ചുമരിൽ ഞാൻ ഇപ്പുറം വന്നാണ്ട് അങ്ങനെ ആ വെള്ളം പൊക്കിയപ്പോൾ ഈ ഫാൻ കുട്ടിക്ക് പിടുത്തം കിട്ടി. ആ പിടുത്തം അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴുകി പോയി കഴിഞ്ഞ ശേഷം ഈ കുട്ടി പിടുത്തം വിട്ടാണ്ട് അങ്ങനെ ഇപ്പുറം വന്ന് ഇവിടെ വന്നാണ്ട് ചുമരക്കിടിഞ്ഞ് ഇവിടെ കിടക്കായിരുന്നു. അതിൽ ഇവിടെ നിന്നാണ് ഞങ്ങളങ്ങനെ വിളിക്കുന്നുണ്ട്. അതിലാണ് ആ സമയത്താണ് ഞങ്ങൾ വാതിൽ തുറന്നാണ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ കുട്ടീനെ കാണുന്നത്. അപ്പൊ ഞാൻ ഭാര്യനോട് പറയാം, കയറെന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണല്ലോ. കാരണം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ നിറച്ച് ഉള്ളിലൊക്കെ വെള്ളം അതും ചെളിയും മരങ്ങളൊക്കെ അടിച്ച് പുറത്തിറങ്ങാൻ പോയി. അതിൽ നേരെ മേലെ തന്നെ കയറി. അതിൽ പിന്നെ ഭാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും കയറോ എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണമല്ലോ അങ്ങോട്ട്. അങ്ങനെ ഭാര്യ എന്ത് ചെയ്ത് ബെഡ്ഷീറ്റുകളൊക്കെ കെട്ടിയാണ്, മറ്റേത് നമ്മളിപ്പോൾ ചെയ്ത ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ 4-5 ഇങ്ങനെ കൂട്ടി കെട്ടിയാണ്ട് ഇതിന്മേൽ കെട്ടിയാണ്ട് ആ ഭാര്യ മോളും കൂടി അവിടെ നിന്ന് പിടിച്ചു. അവിടുന്ന് പിടിച്ചാണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിന്നാണ്. അതിൽ കൈ അങ്ങോട്ട് വിട്ടുപോയി. അതിൽ പതൊന്നും പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴേക്ക് അങ്ങോട്ട് വീണുപോയി. നേരെ പോയി ചെടിയിൽ ഇത്രയൊക്കെ അങ്ങോട്ട് മുങ്ങി. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഈ കുട്ടീൻ്റെ അടുത്തേക്ക് വരാൻ വയ്യ. പിന്നെ കുട്ടി എന്ത് ചെയ്ത് ഒരു വിധമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അവിടുന്ന് നമ്മളടുത്തേക്ക് എൻ്റെ അടുത്ത് എൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചിൽ 2 ആളും കെട്ടി മറിഞ്ഞ് അങ്ങനെ ഒരുവിധം അങ്ങനെ ഞാനെന്ത് ചെയ്താൽ പിന്നെ 2ാമത്തെ കയറി അവർ ബെഡ്ഷീറ്റ് ഇല്ലത് ഭാര്യ ഇതൊക്കെ വീണ്ടും ഞങ്ങളടുത്തേക്ക് ഇട്ടെന്ന്. അങ്ങനെ ഈ കുട്ടീൻ്റെ കൈ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടിയാണ്ട് ഇവർ വലിച്ച് ഇങ്ങനെ കയറ്റിയാണ്ട് അങ്ങനെ അങ്ങോട്ട് എത്തി. അവിടെ നിന്ന് എത്തിയാണ്ട് ഒരു വിധം പിന്നെ ഭാര്യ അവരെ കയ്യിൽ വന്നാണ്ട് ആ കയറുമ്പോൾ തന്നെ ആ കുട്ടീനെ അങ്ങോട്ട് പോകാനും വയ്യ, അത്ര ചെവിതായിരുന്നു. എങ്ങനെയൊക്കെ ആ സ്റ്റെപ്പ് കയറിയാണ്ട് കുട്ടീനെ മേലെ എത്തിച്ച്. കൂടെ കുട്ടി നിറച്ച് വെള്ളം മണലൊക്കെ കയറ്റിപ്പോട്ട് അറ്റാവശ്യമായിരുന്നു.
രക്ഷപ്പെട്ടു കുട്ടി രക്ഷപ്പെട്ടു. 3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവിടെ പിന്നെ വേറെ ക്ലീനൊക്കെ ആക്കി അങ്ങനെ രക്ഷാപ്രവർത്തകർ എത്ര മണിക്ക് എത്തിയിട്ടുണ്ടാവും? അവര് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ രാവിലെ എല്ലാവർക്കും വോയിസ് ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബശ്രീൻ്റെ ഇതിൽ അതുപോലെ ഈ മറ്റുള്ള എല്ലാ ഈ ടൈലറിംഗ് സംഘടന ഇതിൽ അങ്ങനെ പിന്നെ ഇവിടെ പുഴവരെ കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാ വോയിസും അന്നേരം തന്നെ ഇട്ടു. ആ വോയിസ് അന്നേരം തന്നെ എല്ലാവരും എല്ലായിടത്തും ലോകം മുഴുവൻ എല്ലാവരും അന്നേരം തന്നെ അത് കേൾക്കും ഇതൊക്കെ ചെയ്തു. പക്ഷെ എല്ലാവരും ഓടി മോള് ഇത് അമർത്തി പിടിച്ചു. തലേന്ന് രക്ഷാപ്രവർത്തകർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും കുഴപ്പങ്ങളൊക്കെ വേഗം വിളിക്കണം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലാണ് മോള് ഇത് അമർത്തി പിടിച്ചു. ഞാൻ കരയുന്ന കരയില്ല, അവള് ആരെങ്കിലും അതിലെല്ലാ പ്രവർത്തകരും ഉണ്ട്. പാലിയേറ്റീവ്ക്കാര്, കാരുണ്യന്റെ ആൾക്കാരൊക്കെ അതിലുണ്ട്. മേപ്പാടി വരെയുള്ള ആൾക്കാരുണ്ട് രക്ഷാപ്രവർത്തകർ. അപ്പൊ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജാണ് ലോകം മൊത്തം എത്തിയത്. അത് കേട്ടവരൊക്കെ എന്നെ വിളിക്കലും ഇവിടെ വന്നു കാണാൻ വരെ ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. വന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര മരങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഈ സ്കൂൾ ഇതാ ഈ ഭാഗത്തു നിന്ന് എല്ലാം മരങ്ങളും മറ്റേ ചെളിയും വെള്ളം ഇതൊക്കെ ആയിട്ട് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവർ അവിടെ നിന്നാണ് ഇങ്ങനെ ടോർച്ച് അടിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ടോർച്ച് അടിക്കുന്നല്ലാതെ ഞാൻ താഴെയും ഭാര്യ മോളും ഞാൻ കുട്ടീനെ രക്ഷപ്പെടുത്താണ്ട് അങ്ങനെ പിന്നെ എനിക്ക് മേലേക്ക് കയറാൻ വയ്യ, അങ്ങോട്ടും പോകാൻ വയ്യ. വലിയ വലിയ മരങ്ങളും പിന്നെ അതുപോലെ നിറച്ച് ചെളിയും ചേറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് ഇവിടെ കിണർ, ഇവിടെ 3 കിണറിലെ സ്ഥലമാണിത്. ഇവരെ ഒരു കിണർ, നമ്മളൊരു കിണർ, അങ്ങനെ ഇവിടെ ഇതൊക്കെ എന്നാൽ ഒരു അടയാളമൊന്നും അറിയുന്നില്ല. അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെടുത്തിയത് എന്ത് ചെയ്ത് അവിടെ നമുക്ക് വലിയ വടം കയറുണ്ടല്ലോ, അവിടെ എറിഞ്ഞു തന്നെ എനിക്ക് അവിടെ നിന്നാണ്ട് അവിടെ നിന്നാണ്ട് എറിഞ്ഞു തന്നപ്പോൾ എങ്ങനെയൊക്കെ ഇവിടെ ഞാൻ ആ കയറ് എങ്ങനെയൊക്കെ നമ്മളെ കൈ കിട്ടി. അങ്ങനെ അവരെന്നെ വലിച്ച് എന്നോട് പറഞ്ഞ് ഈ വിടരുത് കേട്ടോ, മുറുക്കി പിടിക്കണം പറഞ്ഞു. ഒരു 4-5 ആൾക്കാർ ഈ കയറ് നന്നായിട്ട് വലിച്ച് എന്നെ ചെളിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി റോഡിലെത്തിയിട്ട് ഞാൻ പറയുന്ന ഭാര്യ പേരൊക്കെ ഇനിയിപ്പോൾ അവരുടെ വീട്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ അവർക്ക് ആർക്കും കൊണ്ട് വരാൻ വയ്യ. അതിൽ പിന്നെ 1-2 ആൾക്കാരെ എങ്ങനെയൊക്കെയോ ഈ വഴിക്ക് എങ്ങനെയൊക്കെയോ അവർ വന്നാണ്ട് ഭാര്യനെ അവരുടെയൊക്കെ പെട്ടെന്ന് കൈ പിടിച്ചാണ്ട് അങ്ങനെ ഞങ്ങളെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് ഒരു വിധം എങ്ങനെയൊക്കെ പറ്റാവശ്യമായിക്കണ് കൊണ്ടുവന്ന് ഞങ്ങളവിടെ ആംബുലൻസ് ജീപ്പ് എന്തോ അവിടെ ഞങ്ങളവിടെ ആ ജീപ്പിൽ ഇരുത്തി ഞങ്ങൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ 2ാമത്തെ പൊട്ട് അതിൽ ഇവർ നമ്മളെ കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്തുന്നവരൊക്കെ അവിടെ ഇട്ട് തരാൻ അവർ ഓടി. നമ്മളൊക്കെ അവിടെ തന്നെ ഭാര്യയ്ക്ക് അവിടെ അപ്പം കൊണ്ട് ഇവിടെ എത്തി. നേരെ മറിച്ചിട്ടല്ല ഒരു 5-10 മിനിറ്റ് വ്യത്യാസം ഇല്ലെങ്കിലുണ്ടല്ലോ ആ ഒഴുക്കിൽ ഇവരൊക്കെ ഭാര്യ ഇവരൊക്കെ എല്ലാം പോയിട്ടാവും. ഞങ്ങൾ അവിടെ 10 മിനിറ്റ് ഇവിടെ നിൽക്കുക, ഞാനും ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് ആ 2ാമത്തെ പൊട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ആ ജീപ്പിൽ കൊണ്ടേ ഇരുത്തി കുറച്ചങ്ങോട്ട് ജീപ്പ് മുന്നോട്ട് എടുത്തപ്പോഴാണ് 2ാമത്തെ പൊട്ടി എന്ന് പറയുന്നത്. ഇവരെല്ലാവരൊക്കെ ഇട്ട് എറിഞ്ഞു കൂടി. അതിൽ ഇവിടെ ഞങ്ങൾ നോക്കുമ്പോഴല്ലോ ഇവിടെ കുറേ ആൾക്കാർ നമ്മളെ ബാക്ക് സൈഡിൽ അവരൊക്കെ വീടുകാർ ഒക്കെ കുടുങ്ങി അങ്ങനെ നിൽക്കുന്നത്. അവർ രക്ഷപ്പെടുത്താൻ എത്തില്ല, അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കേണ്ട ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നേ. പക്ഷേ ആ 2ാമത്തെ പൊട്ടലിൽ എല്ലാം പോയി. ആ തങ്ങി നിന്ന് ബാക്കിയുന്നവരുണ്ടല്ലോ എല്ലാ ഒരു ഇതിൽ അങ്ങോട്ട് പോയി. അതാണ് പിന്നെ നമ്മളെ കണ്ണുകൊണ്ട് കാണും. കാരണം മേലെ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ ഈ മുണ്ടക്കയിൽ പൊട്ടി പുഴ കൂടെ ഉണ്ടല്ലോ, അത് മാത്രം ഇങ്ങനെ പൊങ്ങി വെള്ളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കൈയൊക്കെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞിട്ട് അവരിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ. ഭാര്യയൊക്കെ ഇപ്പം 30 അവരൊക്കെ ഭയങ്കര കൗൺസിലിംഗ് ചെയ്ത് കിട്ടിയില്ല. മോള് 10-25 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തി നമ്മുടെ ബാക്കിൽ ഇങ്ങനെ. അതിൽ 15 കുട്ടികളാണ് പോയി. അന്ന് വരെ ട്യൂഷൻ നമുക്കറിയാം കുട്ടികളൊക്കെ. ഒരുപാട് സംഘടനകളും അതുപോലെ തന്നെ ആൾക്കാരും ഈ ഗവൺമെന്റ് ബേസിൽ സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ലീഗിന്റെ ഒരു 15,000 രൂപ കിട്ടി, അതാ കിട്ടിയത്. ഇതുവരെ ഇവർക്ക് കിട്ടിയത് ലീഗിൻ്റെ 15,000 രൂപയും അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ 10,000 രൂപയും കൂടാതെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡെയിലി ചിലവിനുള്ള 300 രൂപ അക്കൗണ്ടിൽ ഒരു മാസത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എടുക്കുന്ന റൂമൊക്കെ പോയി. അപ്പോ പിന്നെ അതൊന്നുമില്ല. മോള് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുണ്ടായി 10-30 കുട്ടികളിൽ 25ഓളം കുട്ടികളും പോയി. അയൽവാസി കുട്ടികളോ ഒക്കെ രാത്രി 8 മണി 9 മണി ആകുമ്പോഴേക്കും എല്ലാരും വന്നിട്ട് കുട്ടി രക്ഷിതാക്കൾ വന്ന് കൊണ്ടുപോകും കുട്ടികളെ. ഒക്കെ ചെറിയ മക്കളും വലിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവള് ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടിട്ടേ, അവള് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടിട്ട് മോള് വന്നതായിരുന്നു. ഗൾഫിൽ പോയിട്ട് സമ്പാദ്യം 37 വർഷം ഞാൻ ഗൾഫിൽ അധ്വാനിച്ചു. സമ്പാദ്യം ബാക്കിയുണ്ട് ഇപ്പോൾ? ഒന്നുമില്ല. ഞാൻ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് ഇങ്ങനെ ഒരു വീടും കിട്ടി. വിഷമമുണ്ട് ഇപ്പോൾ? വിഷമം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാകുന്നത് എന്താ പറയുക, ആ 15 കുട്ടികളെ കാര്യമാണ് അല്ലേ. ഞാൻ മക്കളൊക്കെ മോനൊക്കെ നല്ല എഞ്ചിനീയറായിട്ട് നല്ല പഠിപ്പിച്ച് ബാംഗ്ലൂരൊക്കെ ജോലിയായിരുന്നു. മോളെ നല്ലൊരു രീതിയിൽ മോനൊരു ജോലി ഉണ്ട് ബാംഗ്ലൂർ, ഒരു ചെറിയൊരു കമ്പനി. മോൾക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ട്യൂഷൻ പഠിപ്പിച്ചാണ്ട് അങ്ങനെ 2 മക്കൾ. അപ്പോൾ ആ പിള്ളേരെ കുട്ടികൾ പോയാൽ നമ്മളെ മക്കളെ പോലെ ആയിരുന്നു ആ പിള്ളേർ. അന്ന് പോലും ട്യൂഷന് വന്ന പിള്ളേർ അതൊക്കെ പോയപ്പോൾ മനസ്സ് അതുകൊണ്ട് മോളും ഇടയിക്കണേ ഇല്ല. ഞാനപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് എന്തെങ്കിലും പേര് സംഘടനകൾ അവർ നമുക്കത് സാധനം ഇറക്കണമെങ്കിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ രാവിലെ നിന്ന് വന്നതാണ്. കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നിലവിൽ അന്ന് ഉണ്ടായ ആൾക്കാർക്കൊന്നും മറ്റുള്ള ബദൽ സംവിധാനങ്ങളൊന്നും
ഗവൺമെന്റോ അല്ല മറ്റുള്ള അല്ല നമ്മൾ പിന്നെ കുറച്ച് ദിവസം ഇവിടെ ക്യാമ്പിലുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് പിന്നെ ബന്ധു വീട്ടിലായിരുന്നു. അവിടെ പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഷോക്കായി പോയി. കാരണം നമുക്ക് എന്താ വല്ലാത്തൊരു പേടി ഇതൊക്കെ ആയി മനസ്സിൽ. പിന്നെ എന്ത് ശബ്ദം കേട്ടാലും ഒരുപാട് ആൾക്ക് വീട് അപ്പോൾ നമ്മൾ ആരും നമ്മളെ ഒന്നും അറിയണില്ല. കാരണം ഇപ്പോൾ ഈ ലീഗിൻ്റെ വീടിൽ നിന്ന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ നമ്മുടെ പേരൊന്നും അതിൽ വന്നിട്ടില്ല. കാരണം ആൾക്കാരെ വീട്ടിലൊക്കെ ഉണ്ട്. നിങ്ങൾ സഹായം സർക്കാരുടെ സഹായം അരിയും സാധനങ്ങളും മറ്റേ ഇങ്ങനത്തെ പിന്നെ ഇവരെ ഇത് വാടക പൈസ അല്ലെങ്കിൽ ഇങ്ങനെ ഈ 10,000 രൂപ എല്ലാവരും കയറുന്ന പോലെ അങ്ങനെയൊക്കെ കിട്ടിയാണെങ്കിൽ നമുക്ക് സഹായമായിരുന്നു. പൈസയുടെ ഫോർമാലിറ്റീസ് വാടക നിൽക്കുന്നത് മൂപ്പനാട് വാടക തരുന്നുണ്ട് ഇപ്പൊ തന്നിട്ടില്ല, കിട്ടിയില്ല. അതൊന്നും കിട്ടിയില്ല. വാടക 6,000 രൂപയാണ്. തൽക്കാല ആശ്വാസം ഇപ്പോൾ വാടക ഉണ്ട്. വാടക ഒരു ഇതിലാണ്. അപ്പം ഞാനെല്ലാം കൂടി ആകെ വന്നിട്ട് 4-5-ാമത്തെ മാസമായിരുന്നു. ഇതിപ്പോ നിങ്ങളിപ്പോ ഇപ്പൊ ഇവിടെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ? ഒന്നും പോണില്ല, ഒന്നും പോണില്ല. ഗൾഫിൽ ഖത്തറിൽ. അവിടെ ഞാനൊരു കമ്പനിയാണ്, ചെറിയൊരു പ്രൈവറ്റ് കമ്പനി. അത് അവിടെ അവരെ വീട്ടിലെ സ്പോൺസർ വീട്ടിലൊക്കെ ആയിരുന്നു ജോലി. പിന്നെ പ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ 10-37 കൊല്ലൊക്കെ ആയപ്പോൾ പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ അവർക്കൊക്കെ അറിയിച്ചു. അവരൊക്കെ വിളിച്ചു എന്നല്ലാതെ വേറെ ഇപ്പൊ ഈ സംഘടനകൾ പല സംഘടനകളും പറഞ്ഞിട്ടുണ്ടല്ലോ, വീടുകൾ പിന്നെ 100 വീടുകൾ പിന്നെ അങ്ങനെ പലയാളും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതിൽ നിങ്ങളെ പേരൊന്നും വന്നതായിട്ട് അറിയില്ല. അതാന്ന് പറയണതേ. അതെ, ഇത് മൊത്തം 650 വീടുകൾ എന്താ ലീഗിന്റെ ഒരു 100 വീടുണ്ട്, പിന്നെ വേറെ സംഘടനകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ പേരുകളൊന്നും അതിൽ കാണില്ല. ഇവിടെ ഇവിടുന്ന് ബോഡി കിട്ടിയിരുന്നു. എത്ര? 13 ബോഡിയൊക്കെ കിട്ടി ഈ ഭാഗത്ത് തന്നെ. 13 ബോഡി ഇവിടുന്ന് കിട്ടി. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചാലിയാർ പുഴയിലേക്കുള്ള ഈ വീട്ടിലെ ഒരു മോളെ കിട്ടിയത് ചാലിയാർ പുഴയിൽ നിലമ്പൂരിനായിട്ട്. ബാക്കി എല്ലാ മോളും മോളുടെ ബാക്കിയുണ്ട്. ഒക്കെ എല്ലാം പോയി. അമ്മായിയുടെ, അതായത് ഭാര്യയുടെ അമ്മാവിൻ്റെ മക്കൾ ഒക്കെ അമ്മായിനെ ഇത് 20 സെന്റ്. 20 സെന്റ് ബാക്കൊക്കെ നല്ല കൃഷി മറ്റൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കാപ്പിത്തോട്ടം, കൃഷി അതൊക്കെ ആയിട്ട് നല്ല ഒരു ഇതായിരുന്നു. ഇവിടെ നല്ല മോളും ഭാര്യയ്ക്ക് നല്ല ഒരു സെറ്റപ്പിൽ നമ്മളെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തേത് കാണും.